ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ അമൃത. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ലൈഫിൽ ഒരു പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഒരു കുട്ടി വ്ളോഗാണ് കേട്ടോ. ഞാനിപ്പോൾ നിൽക്കുന്നത് ട്രിവാൻഡ്രത്തുള്ള ഹോട്ടൽ ഓവൈ താമരയിലാണ് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ എനിക്കൊരു പുതിയ ജോലി കിട്ടി. ഇവിടെ അല്ല കേട്ടോ, ടെക്നോപാർക്കിൽ. അപ്പോൾ ഇനീഷ്യൽ ഫേസിലുള്ള റീലൊക്കേഷൻ കാര്യങ്ങളൊക്കെ കമ്പനി തന്നെയാണ് കേട്ടോ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ റൂം വരുന്നത്. റൂമിൻ്റെ ഒരു വേറെ വീഡിയോ ഞാൻ പിന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നേരെ പോയിട്ട് നല്ല ടയേർഡായിരുന്നു. അപ്പോൾ നേരെ പോയിട്ട് തന്നെ കിടന്നുറങ്ങി. രാവിലെ എണീറ്റു. നേരെ പോകുന്നത് നമുക്കിവിടെ കോംപ്ലിമെൻ്ററി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ്. ഇതാണ് ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ വരുന്നത്. ഈ കൗണ്ടറിൻ്റെ മുന്നിൽ അത്യാവശ്യം വരുന്ന എല്ലാ സുഗന്ധദ്രവ്യങ്ങളും ഇങ്ങനെ അലങ്കരിച്ച് നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല വിശപ്പുള്ളത് കൊണ്ട് തന്നെ നേരെ ചെന്ന് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൽ പോയിട്ട് ഫുഡ് കഴിക്കാൻ പോവാണ്. ഇവിടെ ഉണ്ടല്ലോ അത്യാവശ്യം വരുന്ന എല്ലാ ടൈപ്പ് ഫുഡും അവൈലബിൾ ആണ്. സൗത്ത് ഇന്ത്യയിലും നോർത്ത് ഇന്ത്യയിലും പിന്നെ നമ്മുടെ കേരള ടൈപ്പും ഇംഗ്ലീഷ് ടൈപ്പും അങ്ങനെ എല്ലാവിധ ബ്രേക്ക്ഫാസ്റ്റസും ഇവിടെ ഉണ്ടാക്കി ഇവർ നല്ല ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നമുക്ക് ഇഷ്ടമുള്ളത് പോയിട്ട് ഇഷ്ടമുള്ള അത്രയ്ക്കും കഴിക്കാം കേട്ടോ. പിന്നെ ലൈവ് കൗണ്ടേഴ്സും ഉണ്ട്. അപ്പോൾ നമുക്ക് പോയി ഓർഡർ ചെയ്താൽ അവർ നല്ല ചുടായിട്ട് ഉണ്ടാക്കി തരും. അപ്പോൾ ഞാൻ നേരെ ലൈവ് കൗണ്ടറിൽ പോയിട്ട് ഒരു റോൾഡ് ഓംലെറ്റ് പറഞ്ഞു. പിന്നെ കുറച്ച് ചിക്കൻ സോസേജും സാലഡ്സും ഒക്കെയാണ് പറഞ്ഞത്. ഒന്ന് ഹെൽത്തി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇന്ന് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ, സൺഡേ അല്ലേ. നാളെയാണ് എൻ്റെ ജോയിനിങ് ഡേറ്റ്. അപ്പോൾ 10:30 വരെയാണ് കേട്ടോ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഓപ്പൺ ആയിട്ടുണ്ടാവുക. 10:30 വരെ ഇരുന്ന് നമ്മൾ ആസ്വദിച്ച് തന്നെ ഫുഡ് കഴിച്ചു എന്ന് പറയും. കൂടെയുള്ളവർ മസാല ദോശയ്ക്കാണ് കേട്ടോ പറഞ്ഞത്. പിന്നെ ഞാനും പോരാത്തതിനൊരു വടയും കൂടെ പറഞ്ഞു, മോശമാക്കണ്ടല്ലോ. അതും കഴിഞ്ഞ് റൂമിൽ പോയി പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് കിടന്നങ്ങ് ഉറങ്ങി. പിന്നെ എണീറ്റ് ഒരിക്കൽ എന്ന് പറയുന്ന എൻ മോഹനൻ്റെ ബുക്ക് ഉണ്ടായിരുന്നു, അത് വായിച്ചു കേട്ടോ. എനിക്കുണ്ടല്ലോ ഒരു സ്വഭാവമുണ്ട്. എനിക്കിഷ്ടപ്പെട്ട ബുക്കോ സിനിമയോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഒരൊറ്റ ഇരിപ്പിന് അതങ്ങ് കണ്ടു തീർക്കും, അല്ലെങ്കിൽ വായിച്ചു തീർക്കും. അപ്പോൾ ഈ ബുക്കും അതുപോലെ എന്തോ വല്ലാണ്ട് അങ്ങ് മനസ്സിന് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഒറ്റ ഇരിപ്പിന് അങ്ങ് കുത്തിരുന്ന് വായിക്കായിരുന്നു. രാത്രിയായി വായിച്ചു കഴിഞ്ഞപ്പോഴേക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.